ഇന്ത്യയുടെ മുക്കാൽ ഭാഗം ലാൻഡും 36 മില്യൺ ജനങ്ങളുള്ള വലിയൊരു ഹ്യൂജ് കോണ്ടിനെന്റലാണ്, നോട്ട് എ കൺട്രി എന്ന് പറഞ്ഞാൽ. സൗദിയുടെ വലിയൊരു ബ്യൂട്ടി, വലിയൊരു അഡ്വാൻറ്റേജ്. ഇപ്പോൾ സാറ് ഒരു മാനേജ്മെൻറ്റ് കൺസൾട്ടൻസി അല്ലെങ്കിൽ ബിസിനസ് കൺസൾട്ടൻറ്റ്, ഒരു കൺസൾട്ടൻസി ഫേമാണ് അല്ലെങ്കിൽ മീഡിയ ഫേമാണ്. അതിനോട് കൂടെ നിങ്ങൾക്ക് ഒരു കഫറ്റീരിയ തുടങ്ങാം, ആഡ് ചെയ്യാം, ആക്ടിവിറ്റി ആഡ് ചെയ്യുന്ന നോ കോസ്റ്റ്, വിതൗട്ട് എനി കോസ്റ്റ്. നിങ്ങൾക്കിപ്പോൾ ഒരു ലോണ്ടറി തുടങ്ങണം. അത് ഒരു പക്ഷേ മറ്റു രാജ്യങ്ങളിലെ ആൾക്കാർക്ക് ഡൈജസ്റ്റ് ആവില്ല. കാരണം അവിടെ ഓരോന്നിനും 15,000 കൊടുത്ത് ഓരോ ലൈസൻസ് എടുക്കും. ഇവിടെ നമ്മൾ ഒരൊറ്റ ലൈസൻസിൽ തന്നെ അത് ഈ സർവീസ് ഇൻഡസ്ട്രിയിൽ എല്ലാം ചേർക്കാം. ഇനി നിങ്ങൾക്ക് മാനുഫാക്ചറിങ് ചെയ്യണമെങ്കിൽ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ്, ഇപ്പോൾ സാറിന് അവിടെ ഈ കപ്പ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ്, ഒരു മാനുഫാക്ചറിങ്, അതിനും പൈസ വേണ്ട, വേറെ എക്സ്ട്രാ ഒന്നും വേണ്ട, വേറെ ലൈസൻസ് വേണ്ട. നേരത്തെ സൗദി അറേബ്യയിൽ ട്രേഡിങ് വേറെ, സർവീസ് വേറെ, മാനുഫാക്ചറിങ് വേറെ, ഇങ്ങനെയുള്ള ഇൻഡസ്ട്രിയൽ ലൈസൻസ് വേറെ എന്നുള്ള കാറ്റഗറൈസേഷൻ ഉണ്ടായിരുന്നു. അതിനൊക്കെ സെപ്പറേറ്റ് പേയ്മെൻറ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരൊറ്റ ലൈസൻസിൽ സൗദി അറേബ്യ മൊത്തം ബിസിനസ് ചെയ്യാം. സൗദി എന്ന് പറഞ്ഞാൽ ഏകദേശം ഇന്ത്യയുടെ മുക്കാൽ ഭാഗം ലാൻഡും 36 മില്യൺ ജനങ്ങളുള്ള വലിയൊരു ഹ്യൂജ് കോണ്ടിനെന്റലാണ്, നോട്ട് എ കൺട്രി എന്ന് പറഞ്ഞാൽ. ആ രാജ്യത്തിൻ്റെ എല്ലാ ഭാഗത്തും ബിസിനസ്. എനിക്ക് ജിദ്ദയിലോ, നിങ്ങൾക്ക് റിയാദിലൊരു ഓഫീസ് ഇട്ടു, ഇനി ജിദ്ദയിലെ ഓഫീസ് നേരത്തെ ബ്രാഞ്ച് തുടങ്ങേണ്ടിയിരുന്നു. അത് ആവശ്യമില്ല.